ഈ ഒരു പെൺകുട്ടിയുടെ ശബ്ദം നിങ്ങളൊന്ന് കേട്ടെ. ഈ ശബ്ദത്തിൽ ഒരു ഭീഷണിയുണ്ട്, ഒരു കരച്ചിലുണ്ട്, ഒരു യാചനയുണ്ട്, ഒരു സഹതാപമുണ്ട്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു ശബ്ദമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ. 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ ഒപ്പം നിർത്തിക്കോ. ഇല്ലെങ്കിൽ കളി ഇതൊന്നും ആയിക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എൻ്റെ ജീവിതം പോവാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിനി മുതൽ ഷിബു വരെ കുടുങ്ങും. സത്യമാണ്. ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും അടിക്കുന്ന ലഹരിൻ്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില്ല. പോലീസുകാരുടെ ഇടയിൽ എനിക്ക് രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയും. ഇല്ലെങ്കിൽ ഇനി ഫോൺ എടുത്തോ. കേട്ടല്ലോ, സ്വന്തം ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീയുടെ അവസാന വാക്കാണിത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്ന ഹസനയുടെ മരണത്തിന് പിന്നിൽ യാഥാർത്ഥ്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹസന ഭർത്താവിന്റെ വീട്ടിലാണ് താമസം. ഹസനയ്ക്ക് 3 മക്കളുണ്ട്. ഹസനയുടെ ഭർത്താവാണെങ്കിൽ അങ്ങ് ഗൾഫിലാണ്. ഗൾഫുകാരുടെ അവസ്ഥ അറിയാമല്ലോ. മക്കളും ഭാര്യയൊക്കെ ഇവിടെ ആണെങ്കിൽ അവരുടെ മനസ്സ് മുഴുവൻ ഇവിടെ തന്നെയായിരിക്കും. എവിടെ? ഭാര്യയുടെ മക്കളോടൊപ്പം. അങ്ങനെ എല്ലും മുറിയെ പണിയെടുത്തുകൊണ്ട് ഭർത്താവ് അവിടെ ജീവിക്കുകയാണ്, അങ്ങ് ഗൾഫിൽ. ഇവിടെ ഹസനയും മക്കളും സുഖകരമായിട്ട് ഭർത്തൃ വീട്ടിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹസനയ്ക്കൊരു തോന്നല്, എത്രയെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുക, വല്ലാത്ത ബോറടി ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആ സമയം അങ്ങനെ പോയി കിട്ടും. അങ്ങനെ ഈ കുട്ടി ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊരു മാറ്റവും കിട്ടും. അങ്ങനെ പോയി ഒരാളെ പരിചയപ്പെടുകയാണ്. ആദിൽ എന്ന് പറയുന്ന ഒരു 29 വയസ്സുകാരന്. അപ്പോൾ നമ്മുടെ ഹസനിക്ക് അപ്പോൾ 34 വയസ്സുണ്ട്. ഒരു പരിചയത്തിൻ്റെ പുറത്ത് ആ സൗഹൃദം അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. അപ്പോൾ അവർ തന്നെ തിരിച്ചറിയുകയാണ്, ഇത് വല്ലാത്തൊരു പരിചയമാണ്. ഈ പരിചയം പ്രണയത്തിലേക്ക് പോവുകയാണ്. ശരിയാണ്, ആദിലും ഹസനയും തമ്മിൽ പ്രണയത്തിലായി. ഇവിടെ ആദിൽ വിവാഹമോചിതനാണ്. സ്വാഭാവികമായിട്ടും ഹസനെ കാണാനൊക്കെ സുന്ദരിയാണ്. ഈ ഹസനെ എത്രയും പെട്ടെന്ന് ഇടിച്ച് വീഴ്ത്താൻ വേണ്ടി ഇവൻ നമ്പറുകൾ ഓരോന്നോരോന്നായിട്ട് ഇറക്കിയാണ്. എൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അവൾ കാരണമാണ്, അവൾ മോശക്കാരിയാണ്, അവളത്ര ആൾ ശരിയല്ല, ഞാൻ കളഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സിമ്പതി വർക്കൗട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണല്ലോ ഓരോരുത്തർ ഇടിച്ച് പെണ്ണുങ്ങൾ മനസ്സിൽ കയറുന്നത്. തൻ്റെ പങ്കാളിയെ പറ്റി കുറേ കുറ്റങ്ങൾ വാദോരത പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് സാധാരണ ശരിയാണ്, അവൻ്റെ കുറ്റമല്ല, അവൻ്റെ പെണ്ണിൻ്റെ കുറ്റമല്ലേ. അപ്പോൾ ആ സ്നേഹം സ്വാഭാവികമായിട്ടും ഈ കക്ഷി കൊടുത്തു തുടങ്ങും. അങ്ങനെ ഹസന ആ വിട്ടുപോയ ഭാര്യയുടെ സ്നേഹം കുറേശ്ശെ നമ്മുടെ ആദിലിന് കൊടുത്തു തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ പ്രണയം. ഇത് നമ്മുടെ ഹസനയുടെ വീട്ടിൽ അറിഞ്ഞു. ഹസനയ്ക്ക് 3 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഭർത്തൃ വീട്ടിൽ ഇറങ്ങിയിരിക്കുവോ, ഭർത്താവ് ഇറങ്ങിയിരിക്കുവോ, അയാൾക്ക് വല്ലാത്ത വിഷമമായി പോയി. അവർ ഇത്രയും നാൾ എല്ലും മുറിയെ ഭാര്യയും മക്കളെയൊക്കെ നോക്കിയിട്ട് ഭാര്യ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഭർത്താവിന് ഇഷ്ടപ്പെടുവോ? ഒരിക്കലും നട്ടലുള്ള അല്ലെങ്കിൽ ഈ സാധനമുള്ള മീശയുള്ള ഒരു പുരുഷനും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ആ ഭർത്താവുമായിട്ട് ഈ ഹസന തെറ്റി പിരിയുകയാണ്. അങ്ങനെ 2 മക്കളിപ്പോൾ ഹസനയുടെ ഭർത്താവിൻ്റെ വീട്ടിലും ഒരു കുഞ്ഞിനെ ഹസനയുടെ വീട് നോക്കുകയാണ്. പക്ഷേ ഹസന ഇവിടെ കൊണ്ടും അടങ്ങുന്നില്ല. അതുകൊണ്ടൊന്ന് തീർന്നാൽ മതിയായിരുന്നു. ഇനി പോകുന്ന വലിയൊരു ദുരന്തത്തിലേക്കാണെന്ന് ആ പാവപ്പെട്ട പെൺകുട്ടി അറിയുന്നില്ല. ഈ ഹസന പിന്നെ എന്താ ചെയ്യുന്നറിയുമോ? കൂടെയുള്ള ആ കുഞ്ഞിനെ തൂക്കിയെടുത്തുകൊണ്ട് ഒരൊറ്റ പോക്കായിരുന്നു കാമുവിൻ്റെ അടുത്തേക്ക്. അവൻ പറഞ്ഞു കാണുമായിരിക്കും അല്ലേ, നീ അവരെല്ലാം കളഞ്ഞിട്ട് വാ, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം, നിന്റെ ഭർത്താവ് എങ്ങനെയാണോ നോക്കുന്നത് അതിൻ്റെ ഇരട്ടിയിലേറെ സ്നേഹം തന്ന് നിന്നെ ഞാൻ കൊഞ്ചിച്ച് ലാളിച്ച് രാജകുമാരിയെ പോലെ വാഴിക്കാനൊക്കെ വാഗ്ദാനം ചെയ്ത് കാണും. ഈ സമയത്തൊക്കെ അറിയില്ല, കാമുകൻ്റെ നാക്കിന്ന് വരുന്ന സാധനമൊന്നും യാതൊരു പഞ്ഞവും കാണത്തില്ല. സ്നേഹത്തിൻ്റെ അപ്പുറമുള്ള വാഗ്ദാനങ്ങളൊക്കെ വാരിക്കോരി ആ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ തലയിലേക്ക് എറിയും. അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി വിചാരിക്കും, ഇതാണ് സ്നേഹം. തൻ്റെ ഭർത്താവിനേക്കാൾ കെയറിങ് ഉണ്ട്, കരുതലുണ്ട്, കഴിച്ചോ കുടിച്ചോ തിന്നുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭർത്താവ് ചോദിക്കുന്നില്ലല്ലോ. ആ സ്നേഹമെല്ലാം കാമുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഈ നമ്പറാണ് ഇവിടെ ആദിൽ പ്രയോഗിച്ചത്. എന്തായാലും ആ കുഞ്ഞിനെ തൂക്കിയെടുത്തുകൊണ്ട് നേരെ താമരശ്ശേരിയിലുള്ള ആ അടിവാരത്തേക്ക് പോവുകയാണ്. ആ കുഞ്ഞിനെയും ഈ ഹസനയും കൂടെ ഈ ബന്ധുക്കളൊക്കെ കണ്ടുപിടിക്കുകയാണ്. ആരുടെ? ഹസൻ്റെ ബന്ധുക്കളെ കണ്ടുപിടിച്ച് അവളെ നേരെ കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിലേക്ക്. എടി, അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? നല്ല രീതിയിൽ ആ പെൺകുട്ടി ഉപദേശിക്കുകയാണ്. നിനക്ക് കുടുംബമുള്ളതല്ലേ, 3 മക്കളുള്ളതല്ലേ, നിനക്ക് ഭർത്താവുള്ളതല്ലേ, ഇത് ആരോടൊപ്പം ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗുണദോഷിച്ചു. പിന്നെ ഈ ഹസന മാറുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷേ ഹസന മാറിയില്ല. പിന്നെ പോകുന്നത് ഒറ്റയ്ക്കാണ്. ആ പൊടിക്കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട്, അതായത് 3 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 3 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച് നേരെ പോവുകയാണ് ആദിൽ എന്ന് പറയുന്ന ആ കാമുകനോടൊപ്പം. അപ്പോൾ വല്ലാത്തൊരു പോക്കായിപ്പോൾ. ഇത് വല്ലാത്ത ദുരന്തത്തിലേക്കാണ് ആ പെൺകുട്ടിയുടെ ജീവിതം ചെന്ന് അവസാനിക്കുന്നത്. നീ കേട്ടോ, നീ വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ കാമുകനോടൊപ്പം ഇപ്പോൾ ഒരു ഫ്ലാറ്റ് താമസിക്കുകയാണ്. ആ ഫ്ലാറ്റ് താമസിക്കുന്ന ആ ദിവസം ഈ ഹസന ഞെട്ടിക്കുന്ന ഒരു സത്യം അറിയുകയാണ്. ഇത്രയും നാൾ തന്നെ പൊന്നെ മോളെ തേനെ പാലെന്ന് വിളിച്ചു നടന്ന ആദിൽ പക്ക ക്രിമിനൽ ആണെന്നുള്ള കാര്യം അവൾ ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. ലഹരി കടത്ത്, കഞ്ചാവ് ഉപയോഗം എന്ന് വേണ്ട സകല തിരികിട പരിപാടി മുഴുവൻ ആ ചെറുപ്പക്കാരനുണ്ട്.
എന്ത് ചെയ്യാൻ പറ്റും? പെട്ടുപോയി. ഭർത്താവിൻ്റെ വീട്ടുകാർ അറിഞ്ഞു, ലോകം മുഴുവൻ അറിഞ്ഞു, ഹസനോട് വീട്ടുകാർ അറിഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചറിയോ? ഹസൻ ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് ഹസനോടെ അമ്മയും സഹോദരങ്ങളും ഒന്നും ഇപ്പം മിണ്ടുന്നത് പോലുമില്ല. അവളെ അവിടെ പാടായി. അവൾ കാണിച്ച തോന്നിവാസവും ഇല്ല. അവൾ അനുഭവിക്കട്ടെ എന്നുള്ള ചിന്താഗതിയിൽ തന്നെയായിരുന്നു ഈ ഹസൻ്റെ വീട്ടുകാർ. പിന്നെ അവളെ തിരക്കാൻ നിന്നു. ഹസൻ്റെ വീട്ടുകാർ അത്ര പോയില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് സ്നേഹം കാണുമല്ലോ, മകളല്ലേ, അമ്മയ്ക്ക് എന്തായാലും നോവുമല്ലോ. പക്ഷേ അവരത്ര പ്രത്യക്ഷത്തിൽ ഇത് കാണിച്ചില്ല. ഇവിടെ ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ ഹസനയും ആദിലും ജീവിക്കാൻ തുടങ്ങിയാണ്. ഇവൻ താൻ തോന്നിയാണ്, വെറും വൃത്തികെട്ടവനാണ്, പോക്രിയാണെന്നുള്ള കാര്യം ഈ ഹസന് മനസ്സിലാക്കി. പക്ഷേ അവൻ്റെ വലയിലായി കഴിഞ്ഞു. ഇവനെന്താ ചെയ്യുന്നറിയാമോ? ലഹരി കടത്താണ്. ബാംഗ്ലൂരിലേക്ക് ഈ പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ ലഹരി ഇവിടേക്ക് എത്തിക്കും. അങ്ങനെ ഈ രാത്രിയും പകലൊക്കെ ഈ ഫ്ലാറ്റിലേക്ക് ഒരുപാട് വാഹനങ്ങൾക്ക് വരുന്ന കാര്യമൊക്കെ ഈ ഹസനെ അറിയുകയാണ്. എന്ന് പറഞ്ഞാൽ പക്കാ ക്രിമിനൽ പരിപാടിയാണ് ഇവൻ ചെയ്യുന്നത്. ഗുണ്ടായുസം കൊണ്ട് എല്ലാ തരികിട പരിപാടിയും ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം? അവൻ്റെ ആ വലയത്തിനുള്ളിൽ ഇവക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നു. ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ പോലും പറ്റാത്ത ആ കുരുക്കിലേക്ക് ഇവൾ വീണു കഴിഞ്ഞു. ഒരിക്കലും മാറാനും പറ്റുന്നില്ല. എന്ത് ചെയ്യാം? ആ ബന്ധം അങ്ങനെ എല്ലാ തെണ്ടിത്തരത്തിനും കൂട്ടി നിന്നുകൊണ്ട് ആ ബന്ധം അങ്ങനെ 8 മാസത്തോളം നീണ്ടുപോയി. അവൾക്ക് കുഞ്ഞുങ്ങളെപ്പറ്റി ഓർമ്മ വന്നു, ഭർത്താവിനെപ്പറ്റി ഓർമ്മ വന്ന് കാണും, അമ്മയെപ്പറ്റി ഓർമ്മ വന്ന് കാണും, അവൾ ജനിച്ചു വളർന്ന ആ വീടിനെപ്പറ്റി ഓർമ്മ വന്ന് കാണും. ഓർമ്മ വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ അല്ലേ? മനുഷ്യരെ പറഞ്ഞവർക്കല്ല ഓർമ്മ വരും. ഇവിടെ ഇപ്പോൾ ആ സുഖമല്ല, ശരീരസുഖം എല്ലാം മാറി. ഇപ്പോൾ പച്ചയായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് ആ പെൺകുട്ടി തിരിച്ചറിയുന്നത്. തനിക്ക് തൻ്റെ ബന്ധങ്ങൾ വേണം, സ്വന്തങ്ങൾ വേണം എന്നുള്ള ചിന്താഗതി അവളെ അലട്ടി തുടങ്ങി. ഇവനെ വേണ്ട, അതിനെ വേണ്ട. ഇവള് പല വിധത്തിലും അവനെ മാറ്റാൻ നോക്കിയിട്ട് പോലും അവൻ മാറുന്നില്ല. അവൻ്റെ എല്ലാ കാര്യത്തിനും ഈ പെൺകുട്ടി ഉപയോഗിക്കുവാണ്. ലഹരി ഞാൻ പറഞ്ഞല്ലോ, ആ തോന്നിയവസ്ഥനെല്ലാം ഇവളെ ഉപയോഗിക്കുവാണ്. ഇതിനിടയ്ക്ക് ഹസന ഈ ആദിലിനെ പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിന്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പുറലോകത്ത് പറയും, പോലീസിനോട് പറയും, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവൻ കുലുങ്ങുന്നില്ല. അവൻ അവൻ്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിവൃത്തിയില്ല. ഇനി എങ്ങനെയെങ്കിലും ഇവൻ്റെ വലയിൽ നിന്ന് ഹസനയ്ക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ചെന്നേ പറ്റൂ. തന്നെ കാത്തിരിക്കുന്ന കുടുംബമുണ്ട്. അവൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ തീരുമാനമെടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവളിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ കുടുംബത്തിലേക്ക് പോകണം. അങ്ങനെ അവസാനമായിട്ട് അമ്മയെ വിളിക്കുവാണ്. അവളുടെ പ്രിയപ്പെട്ട ഉമ്മയെ വിളിക്കണം. ഉമ്മ, അവൾ കരഞ്ഞോടെ പറയും, ഉമ്മ, ഉമ്മയുടെ കൈ കൊണ്ട് എനിക്ക് ആഹാരം കഴിക്കണം, എനിക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കണം, ഉമ്മ എനിക്ക് കണ്ണ് നിറച്ച് കാണണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മയോട് അവൾ ക്ഷമ ചോദിക്കുവാണ്. ഉമ്മയ്ക്ക് സന്തോഷമായി. അവൾ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരികയാണല്ലോ. വാ മക്കളെ, നിന്നെ ഞങ്ങൾ സ്വീകരിക്കാം, നിന്നെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉമ്മയും അവളെ സമാധാനിപ്പിച്ചു. തെറ്റാർക്കും പറ്റുമല്ലോ. തെറ്റ് തിരുത്തി വരുന്നിടത്താണ് ഒരാളുടെ വിജയം ഇരിക്കുന്നത്. എന്തായാലും അവൾ തെറ്റ് തിരുത്തി തിരിച്ചു വരുമെന്ന് ആ ഉമ്മ പ്രതീക്ഷിക്കുകയാണ്. ഉമ്മ പിന്നെ അവളെ തിരിച്ചു വിളിക്കുമ്പോൾ ആ ഫോൺ റിങ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ 3-4 തവണ അവളുടെ ഉമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നെ എല്ലാവരും ഞെട്ടിക്കുന്ന വാർത്ത അറിയുകയാണ്. ഹസന ആ ഫ്ലാറ്റിലെ ഒരു ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അറിഞ്ഞു. അതോടുകൂടി തന്നെ സകലരും ഞെട്ടിപ്പോയി. തിരിച്ച് വീട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ച പെൺകുട്ടി എന്തുകൊണ്ട് മരിച്ചു? ആ പെൺകുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഹസനയുടെ ബന്ധുക്കൾ രംഗത്തേക്ക് വരികയാണ്. കാരണം ഈ ഫാൻ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന മൃതദേഹത്തിൻ്റെ കാലുകൾ നിലത്തെഴുകയാണ്, കഴുത്തിൽ പാടുകളുണ്ട് എന്നുള്ള ഒരുപാട് തെളിവുകളുമായിട്ട് ഈ ഹസനയുടെ ബന്ധുക്കളൊക്കെ രംഗത്ത് വന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആദിലെന്ന് പറയുന്ന പക്കാ ക്രിമിനലാണ്. അവനാണ് ഈ പെൺകുട്ടിയെ കെട്ടിത്തൂക്കിയത്, അല്ലെങ്കിൽ ഈ മരണത്തിൽ വ്യക്തമായ പങ്ക് അവനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹസനയുടെ ബന്ധുക്കൾ വന്ന് ആ കോലാഹലം ഇപ്പോഴും ഇങ്ങനെ അലയൊലി തുടരുകയാണ്. എന്തായാലും ഒന്നേ ഉള്ളൂ പറയാൻ അല്ലേ, എത്രയൊക്കെ ആയാലും ആ പെൺകുട്ടിയുടെ ജീവിതം ഈ 37 വയസ്സ് കൊണ്ട് അവസാനിച്ചു. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ ജീവിതം അവൾക്ക് ആലോചിക്കാമായിരുന്നു, ഭർത്താവിനെ പറ്റി ചിന്തിക്കാമായിരുന്നു, ആ പാവ ഉമ്മയെപ്പറ്റി ചിന്തിക്കാമായിരുന്നു അല്ലേ. ഒരുപാട് ചിന്തകൾ അവളെ അലട്ടിയിരുന്നെങ്കിൽ ഈ ഒരു വേണ്ടാത്ത പണിക്ക് ആ പെൺകുട്ടി പോകുമായിരുന്നു? ഒരിക്കലും പോകത്തില്ലായിരുന്നു അല്ലേ. ആദിലെന്ന് പറയുന്ന പക്കാ ക്രിമിനൽ ആണെന്ന് ഇവക്ക് തോന്നിയ നിമിഷം അവനെ ഉപേക്ഷിച്ച് വന്നിരുന്നെങ്കിൽ സ്വന്തം വീട്ടിൽ അവളെ സ്വീകരിച്ചേനെ, മക്കൾ പൊന്നുപോലെ ആ ഉമ്മയെ സ്നേഹിച്ചിരുന്നേനെ. ഇതൊന്നും അവൾ മാനിച്ചതുമില്ല, ഗവനിച്ചതുമില്ല. എന്തുപറ്റി? ഒരു മുഴം കയറിൽ അവൾ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു. ഈ ഹസന എന്ന് പറയുന്ന പെൺകുട്ടി നല്ലൊരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ സഹോദരി ഗൾഫിലാണ്, ഒരു സഹോദരനുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും ഒരുപാട് സ്നേഹം അനുഭവിച്ച പെൺകുട്ടിയാണ് ഈ ഹസന. പക്ഷേ ആ സ്നേഹത്തെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ആ കാപട്യ സ്നേഹക്കാരൻ്റെ കൂടെ പോയത്. അവസാനം എന്ത് സംഭവിച്ചു? അതും പോയി, ഇതും പോയി, അതും പോയി. ഇങ്ങനെയാണ് പല പെൺകുട്ടികൾക്കും പറ്റുന്നത് അല്ലേ. ഭർത്താവിനെ മനസ്സിലാക്കാനോ അയാളുടെ സ്നേഹത്തെ പിന്തുടരാനോ പല സ്ത്രീകൾക്കും പറ്റുന്നില്ല. ഭർത്താവിൻ്റെ കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും മോനെ, വാലേ, തേനെ, ചക്കരയെന്ന് വിളിക്കാൻ ഒരു ഭർത്താവിനും പറ്റത്തില്ല. അയാളുടെ മനസ്സിൽ മക്കളുടെ ഫീസ്, അല്ലെങ്കിൽ ലോണ്, അല്ലെങ്കിൽ ഭാര്യ നന്നായിട്ട് നോക്കണം എന്നുള്ള ചിന്താഗതി ആയിരിക്കും അയാളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. അപ്പോൾ എപ്പോഴും മോനെ, തേനെ വിളിച്ച് ഇറക്കാൻ പറ്റുമോ? ഒരു ഭർത്താവിനും പറ്റത്തില്ല. പക്ഷേ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാര്യയോടും മക്കളോടും അതിരിട്ട സ്നേഹമായിരിക്കും. ഇത് പലപ്പോഴും ഈ ഭാര്യമാർ മനസ്സിലാക്കുന്നില്ല. ഇപ്പുറത്തുള്ള അളിയന്തോ ഒരു പണിയും കുണിയില്ലാതിരിക്കുവാണ്, ആരെ ചൂണ്ടയിട്ട് പിടിക്കാമെന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പുറത്തുള്ള താടിയും മുടിയും വളർത്തിയ, ഇവിടെ ചെമ്പിപ്പിച്ച, ഇവിടെ കൊച്ചു കമ്പലൊക്കെ ഇട്ട അളിയൻ നിൽക്കുന്നു. അവന് പണിയൊന്നും കാണത്തില്ല. അവനിങ്ങനെ വിളിക്കും, മോളെ കഴിച്ചോടാ,
ഇപ്പൊ എന്തോ ഇട്ടിരിക്കുന്നേ കള്ളി. നീ എൻ്റെ കൂടെ വന്ന് ഞാൻ പൊന്നുപോലെ നോക്കും, നീ അവനെ കളാ. നിനക്ക് ഞാൻ രാജകുമാരിയായിട്ട് നിന്നെ വാഴ്ത്താന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ മണ്ടികളായിട്ടുള്ള പെൺകുട്ടികൾ ഇവൻ്റെ ഈ വലയിൽ വീഴും. അവസാനം എന്ത് ചെയ്യും? ഗോവിന്ദ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇമാതിരി പൊട്ടത്തരം ഒന്നും ഒരു സ്ത്രീയും കാണിച്ച് സ്വന്തം കുടുംബത്തെ ആരും കളഞ്ഞു കുളിക്കില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ? നന്ദി, നമസ്കാരം.